ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. ജാനുവരി 17 ഫ്രൈഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി യൂണിറ്റി അല്ലെങ്കിൽ സ്നേഹം, കമ്പാഷൻ്റെ എനർജി നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഫാമിലി, കുടുംബം, പാർട്ട്ണർഷിപ്പ് അതിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവ് റിസൾട്ട്സ്, ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ചൊരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചൊരു സെൽഫ് കെയർ റുട്ടീൻ, കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക, റെസ്റ്റ് എടുക്കുക, അങ്ങനത്തെ ആ ഒരു ഹെൽത്തിൽ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുതരുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഹോം, ഫാമിലി, കുട്ടികൾ, അവിടെ ഒത്തിരി എനർജീസ് അല്ലെങ്കിൽ ഒത്തിരി ഫോക്കസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ന്യൂ എനർജീസാണ്, പുതിയ എനർജീസാണ്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ എനർജിയാണ്. ആത്മീയമായിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട്, ആ ഒരു ഹൈ വൈബ്രേഷനിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആണ്. ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. എഗെയിൻ കണ്ടോ, ഒത്തിരി അബൻഡൻസ്, ഫാമിലി, ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. ഒത്തിരി പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാനായിട്ട്, ബാലൻസ് നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഫാമിലി മെമ്പേഴ്സായിട്ട്, റിലേഷൻഷിപ്പിൽ, പാർട്ട്ണറായിട്ട് ഒത്തിരി ലോയലായിട്ടുള്ള പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഈ ഒരു സാഡ്നെസ് ആണ്. എന്തെങ്കിലുമൊക്കെ സാഡ്നെസ്, വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിഷമം എന്താണ്, നിങ്ങളുടെ ആ ഒരു സാഡ്നെസ്സിൻ്റെ പിന്നിലെ റൂട്ട് കോസ് എന്താണ്, വിഷമം എന്താണ്, അത് കുറച്ച് പേർക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുക, ഓക്കെ എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു എനർജിയിലിരിക്കുന്നത്. അപ്പോൾ അത് അക്നോളജ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം ഹീൽ ചെയ്യാനായിട്ട്, പോസിറ്റീവായിട്ട് മുന്നേറാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാം ഒരു ശാന്തി, സമാധാനത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഇൻ കേസ് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് എനർജി ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാകാം, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ വേർഡ്സ് കൊണ്ടിട്ട് വിഷമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണാനായിട്ട്, അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഹെൽത്തി വേയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ വിഷമം നൽകുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു ഔട്ട്കം പോസിറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി വിസ്ഡം, അറിവ്, ജ്ഞാനത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതും നിങ്ങളുടെ ഒത്തിരി ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള, അബൻഡൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ ഗൈഡൻസ് എന്താണ്. ജാനുവരി 17 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Thank you. Thank you.
കപ്സിൻ്റെ എനർജി. ഇന്ന് ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി, എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന എനർജി, അതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട്, ഔട്ട്കം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റിലാണെങ്കിൽ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും ഇൻപുട്ട്, എല്ലാവരുടെയും അഭിപ്രായം, അപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജി അത് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്വരച്ചേർച്ച ഇല്ലായ്മ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഹീൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ അതും കുറച്ചൊരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ടും ശ്രമിക്കുക. ആ ഒരു താങ്ക്ഫുൾ എനർജി, കുറച്ച് പേർക്ക് സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള ആ ഒരു എനർജിയോടായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി സപ്പോർട്ട് നൽകുന്ന, നിങ്ങളെ വളരാനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനോട് കുറച്ചൊരു ഗ്രേറ്റ്ഫുൾ എനർജിയിലിരിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻജോയ് ചെയ്യുക, ലൈഫ് ആസ്വദിക്കുക ഓരോ നിമിഷവും, അതും ഒത്തിരി പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു അർപ്പണ മനോഭാവം എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പിൻ്റെ എനർജി, എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെമ്പററി സിറ്റുവേഷൻ, താൽക്കാലികമായിട്ടുള്ള ആ ഒരു പ്രശ്നം മറികടന്ന് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ തൻ്റെ ഒപ്പീനിയൻസ്, തൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമോ, ആ ഒരു ടെൻഷൻ, ആ ഒരു ഫിയർ കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ തൻ്റെ ഉള്ളിലെ ലൈറ്റ്, തൻ്റെ ഉള്ളിലെ ആ ഒരു പ്രകാശം ഹൈഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും കുറച്ചൊരു ഹീലിംഗ് വരുന്നതായിട്ട്, കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസിൻ്റെ എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ, മറ്റുള്ളവരെ ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ കുറച്ച് പേർക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അതിൻ്റെ മീനിങ് വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ എനർജിക്ക് കുറച്ചും കൂടെ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നതാണ്, ടൈം കുറച്ചും കൂടെ നിങ്ങൾ പ്രഷ്യസ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളുടെ എനർജിക്ക്, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് റിസൾട്ട്, അതുപോലെ തന്നെ ഒത്തിരി ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട്, പവർ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പാസ്റ്റിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് മെൻ്റലി ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളിൽ കുറച്ചൊരു കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് കഴിയുമ്പോൾ ഒത്തിരി പവർ നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എഗെയിൻ ആ ഒരു എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പുതിയ തുടക്കങ്ങളുടെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ ഡീലിങ്സ് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മദർ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജി ആയിട്ടുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് ആയിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ കുറച്ച് പേർക്ക് തോന്നുന്നുണ്ടാകാം താൻ സ്റ്റക്കാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടാകാം. എന്ത് ചെയ്യണം, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്, ഗട്ട് ഫീലിംഗ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ എനിക്കറിയില്ല, ക്ലാരിറ്റി ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളോട് നിങ്ങൾ അത് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് അത് എന്തെങ്കിലും പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ പോസിബിലിറ്റീസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത്, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വ്യക്തിബന്ധങ്ങളിലായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. കുറച്ച് പേർക്ക് ഹെൽത്താണ്, നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്.
ഓക്കെ, അതും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, എനർജി ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ആ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ കുറച്ച് പേർക്ക് മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, ഗാർഡനിങ് ആയിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളെ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ട് പീസ്ഫുള്ളായിട്ട് നിർത്തുന്ന കാര്യം എന്താണോ ആ ഒരു എനർജിയിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് കുറച്ചൊന്ന് ഗ്രൗണ്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടും ആ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഇനി അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.